നമസ്കാരം. മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഇപ്പോ തലതല്ലി ചിരിക്കുന്നുണ്ടാവും. സെലികമെന്ററി ആരംഭിക്കുന്നു. പത്തു വർഷത്തിന്റെ ഒടുവിൽ ജനങ്ങളെ വിദഗ്ധമായി കബളിപ്പിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞ സന്തോഷമാണ് തലതല്ലി ചിരിക്കുന്നതിന്റെ പിന്നിൽ. ഒരു ക്യാബിനറ്റ് ഡിസിഷൻ വന്നല്ലോ ഇപ്പോ. നോട്ടിഫിക്കേഷൻ, ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന്റെ തലേ ദിവസം ഒരു ക്യാബിനറ്റ് കുറേ തീരുമാനങ്ങൾ, വോട്ട് കിട്ടാൻ പറ്റുന്ന എല്ലാ തീരുമാനങ്ങളും ഒറ്റയടിക്ക് പാസ്സാക്കിയിട്ടാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ മന്ത്രിസഭയുടെ കാലാവധി തീർന്നു. ഇനി വരുന്നത് ഇടതുപക്ഷമാണെങ്കിൽ പോലും പുതിയ മന്ത്രിസഭയാണ്. ഇപ്പൊ ഭരണം അവസാനിച്ചു. ഇനി തികച്ചും സാങ്കേതികമായി ഒരു കെയർടേക്കർ മന്ത്രിസഭ പോലെ ഒരു ഭരണമാണിപ്പോൾ നടക്കുന്നത്. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എടുത്ത തീരുമാനങ്ങളിൽ പലരും എനിക്ക് അയച്ചപ്പോൾ എത്രമാത്രം ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത്തരം ഫോർവേഡുകളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. വിഴിഞ്ഞം അനുബന്ധ വികസനം 230 ഏക്കർ ഭൂമി ഏറ്റെടുക്കും. അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 230 ഏക്കർ ഭൂമി LARR ആക്ട് പ്രകാരം ഏകദേശം 810 കോടി രൂപ ചെലവിൽ ഏറ്റെടുക്കും. അപ്പൊ ഈ 10 വർഷം എന്താണ് ഇത് ഏറ്റെടുക്കാതിരുന്നത്? അപ്പോഴും നമ്മൾ ഓർക്കണം, ഏറ്റെടുത്തു എന്നല്ല, ഏറ്റെടുക്കും. അത് അടുത്ത സർക്കാരാണ് തീരുമാനിക്കേണ്ടത്, ഏറ്റെടുക്കണമോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ എന്താണ്, ഏറ്റവും കുറഞ്ഞത് 14 MLA സ്ഥാനാർത്ഥിമാർക്ക് പറഞ്ഞു നിൽക്കാനുള്ള ഒരു പരിച ഒരുക്കി കൊടുത്തുകൊണ്ടാണ് മന്ത്രിസഭ ഒന്നടങ്കം തലതല്ലിച്ചിരിക്കുന്നത്. ഇപ്പൊ 10 വർഷം 1 സെന്റ് ഭൂമി എടുക്കാൻ പറ്റുമോ? 1 സെന്റ് ഭൂമി. പോർട്ടിന്, തുറമുഖത്തിന് ആവശ്യമായ ഭൂമിയൊക്കെ എടുത്തത് അതിനു മുമ്പുള്ള സർക്കാരുകളാണ്. ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുത്ത സർക്കാരിന് കാൽ കഴഞ്ചു ഭൂമി ഏറ്റെടുക്കാൻ കഴിയാതെയാണ് ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എന്നിട്ടാണ് ജനങ്ങളെ, പ്രത്യേകിച്ച് തലസ്ഥാനവാസികളെ കബളിപ്പിക്കുന്ന ക്യാബിനറ്റ് തീരുമാനം പുറത്തുവിട്ടിരിക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ തുകയിൽ 283.68 കോടി രൂപ കമ്പനിയുടെ PST SB അക്കൗണ്ടിൽ ഉള്ള തുകയിൽ നിന്നും വിനിയോഗിക്കുന്നതിനും. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും തുക ഉണ്ടായിരുന്നല്ലോ. ഇത് യഥാർത്ഥത്തിലുള്ള ഒരു അക്കൗണ്ട് ആണെങ്കിൽ, ഞാൻ ഒരു സംശയം ചോദിക്കുന്നു, എന്താണ് PST SB അക്കൗണ്ട്? എനിക്കറിയില്ല. SB അക്കൗണ്ട് അറിയാം, PST എന്ന് പറഞ്ഞാൽ അറിയില്ല. അങ്ങനെ 283 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നാളിതുവരെ ഈ ഭൂമി ഏറ്റെടുത്തില്ല? അത്രയും തുക വെറുതെ പാഴാക്കി കളയല്ലേ നിങ്ങളുടെ അക്കൗണ്ടിൽ? പണമില്ലെങ്കിൽ പറയാം പണമില്ലായിരുന്നു. 283 കോടി രൂപ അല്ലെങ്കിൽ 284 കോടി രൂപ നിങ്ങളുടെ കൈവശം ഈ ആവശ്യത്തിനുണ്ടായിട്ട് കാൽ കഴഞ്ചു ഭൂമി നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റൂ? ഏറ്റെടുക്കാതിരുന്നത് മനഃപൂർവ്വം തലസ്ഥാനത്തെ തകർക്കണം, ഇല്ലാതാക്കണം, വളരാൻ പാടില്ല എന്നുള്ള അജണ്ടയുടെ പുറത്ത് മാത്രമാണ് പണം കയ്യിൽ വെച്ചിട്ടും ഭൂമി ഏറ്റെടുക്കാതിരുന്നത്. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നുള്ളവർ ഉൾപ്പെടെ നിരവധി വ്യവസായികൾ ഇവിടെ ഭൂമി അന്വേഷിച്ച് നടക്കുന്ന വിവരം കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മുടെ ക്ലിക്ലേവ് കേട്ടു തുടങ്ങിയതാണ്. 5 സെന്റ് ഭൂമി പോലും ഏറ്റെടുത്തു കൊടുക്കാതെയാണ് തലസ്ഥാനവാസികളെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ക്യാബിനറ്റ് തീരുമാനവുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ തുകയിൽ 283.68 കോടി രൂപ കമ്പനിയുടെ PST SB അക്കൗണ്ടിൽ ഉള്ള തുകയിൽ നിന്നും വിനിയോഗിക്കുന്നതിനും ശേഷിക്കുന്ന തുക നിലവിൽ അംഗീകരിച്ചിരിക്കുന്ന നബാർഡ് വായ്പയിൽ നിന്നും കണ്ടെത്തുന്നതിനും അനുമതി നൽകി. എല്ലാം ഭാവിയിൽ ജീവിക്കുന്ന സർക്കാരാണ്. വർത്തമാന കാലത്തിൽ ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് കണ്ടെത്തുന്നതിനും. എവിടുന്നാണ്? നബാർഡ് സ്ഥലം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നബാർഡിന്റെ വ്യവസ്ഥ, മറ്റു കാര്യങ്ങളെല്ലാം ഏതെങ്കിലും കാലത്ത് ശരിയായാൽ മാത്രമേ നബാർഡ് പണം കൊടുക്കുകയുള്ളൂ. അപ്പോ പൂർണ്ണമായിട്ടും കയ്യിൽ വെച്ചിരിക്കുന്ന പൈസ ചെലവഴിച്ചിട്ടില്ല. ഗുരുതരമായ തെറ്റ് നമ്പർ 1. 2, നബാർഡ് വായ്പ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഈ നിമിഷം വരെ ഉറപ്പില്ല. അപ്പൊ ഇല്ലാത്തൊരു കാര്യത്തിന്റെ പുറത്ത് ഒരു ക്യാബിനറ്റ് തീരുമാനം പുറപ്പെടുവിച്ചുകൊണ്ടാണ്
മന്ത്രിസഭ ഒന്നടങ്കം തെരഞ്ഞെടുപ്പിലോട്ട് വരുന്നത് ജനങ്ങൾ, പ്രത്യേകിച്ചും ഔട്ടർ റിംഗ് റോഡിൽ കബളിപ്പിക്കപ്പെട്ട ജനങ്ങൾ 6250 കോടിയുടെ നിക്ഷേപം പൊള്ളയാണെന്ന് തെളിയിക്കപ്പെട്ട നാട്ടിൽ പിന്നെ ഉണ്ടല്ലോ ഡാവോസ് 1.18 ലക്ഷം കോടി. അതുകൂടാതെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വക ഒരെണ്ണമുണ്ട് ഇപ്പോൾ 3 ലക്ഷം കോടി. 3 ലക്ഷം കോടിയുടെ നിക്ഷേപവുമായിട്ട് ഒരു വ്യവസായി അദ്ദേഹത്തെ കാണാൻ വന്നു. പക്ഷെ 10 വർഷമായിട്ടും ആ വ്യവസായിയെ മറ്റൊരാൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. പണ്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു കഥ പഠിപ്പിക്കാൻ ഉണ്ടായിരുന്നു, സാറന്മാർക്ക് പഠിപ്പിക്കാനുണ്ടായിരുന്നു. ആ കഥ ഇതാണ്. ഒരു വളരെ വിശ്രുതനായ വിഖ്യാതനായ ഒരു ചിത്രകാരനെ ഒരു രാജാവ് ക്ഷണിച്ചു കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നു, വളരെ മനോഹരമായ ഒരു ചിത്രം നിങ്ങൾ വരയ്ക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് പുറം ലോകവുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല. നിങ്ങളെ ആ ചിത്രം വരയ്ക്കേണ്ട ഒരു ഹാൾ, ഒരു വിശാലമായ ഒരു മുറി നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ അവിടെ ഒരു ചിത്രം വരയ്ക്കണം. എത്ര ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഒരു 10 ദിവസം മറ്റോ വേണം. അങ്ങനെ ഒരു തീയതി പറയുന്നു. അപ്പൊ 10 ദിവസം അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം, പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല. 10 ദിവസം കിളിവാതിലൂടെ അദ്ദേഹത്തിന്റെ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളെല്ലാം രാജാവ് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ 1, 2, 3, 4 ഒക്കെ കഴിയുന്നു. ഒരാഴ്ച പിന്നിടുന്നു. 10 ദിവസം കഴിഞ്ഞ് രാജാവ് വളരെ ആകാംക്ഷയോടെ ഒരു ലോകോത്തര ചിത്രം കാണാൻ വേണ്ടി ചിത്രകാരന്റെ മുറിയിലെത്തുന്നു. അപ്പൊ ചിത്രകാരൻ വളരെ സന്തോഷത്തോടെ രാജാവിനെ സ്വീകരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു, പ്രഭോ, രാജാവേ, നോക്കുക, നിങ്ങൾ ഞാൻ വരച്ച മനോഹരമായ ചിത്രം നോക്കുക. അപ്പൊ രാജാവ് അന്തം വിട്ട് നിൽക്കുകയാണ്. രാജാവിനൊന്നും കാണാൻ പറ്റുന്നില്ല, ഒരു ചിത്രവും കാണുന്നില്ല. അപ്പൊ രാജാവ് പറഞ്ഞു, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, നിങ്ങൾ എവിടെയാ വരച്ചിരിക്കുന്നത്? അദ്ദേഹം 4 പാടും നോക്കി, എവിടെയും കാണാനില്ല. അപ്പൊ ചിത്രകാരൻ പറഞ്ഞു, നീലരക്തം ശരീരത്തിലൂടെ ഓടുന്നവർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റൂ, അല്ലാതുള്ളവർക്ക് ഇത് കാണാൻ പറ്റില്ല. അപ്പൊ രാജാവിന് മനസ്സിലായി, രാജവംശത്തെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. തന്റെ രാജവംശം, തന്റെ പൈതൃകം, അതിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചിത്രമില്ലെന്ന് പറയാൻ പറ്റില്ല. രാജാവ് ഉടനെ പറഞ്ഞ, വളരെ മനോഹരമായ ചിത്രം ഞാൻ കാണുന്നുണ്ട്, ഇത്രയും നല്ല ചിത്രം നിങ്ങൾ വരച്ചല്ലോ എന്ന് ചിത്രകാരനെ അഭിനന്ദിച്ചിട്ട് അദ്ദേഹം ഉപഹാരങ്ങളൊക്കെ നൽകി എന്നാണ് കഥ. അതുപോലെ നമ്മുടെ സർക്കാരിന്റെ ഉത്തരവ് എന്താണെന്നറിയാമോ? CPM അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകൾക്ക് മാത്രം ബോധ്യമാകുന്ന ചില കാര്യങ്ങൾ, അവർക്ക് മാത്രമേ അത് കാണാൻ പറ്റൂ. ഇവിടെ റിംഗ് റോഡ് ഉണ്ടെന്ന് അവർക്കറിയാം. ഇവിടെ റോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഗേറ്റ് തുറന്നിട്ടുണ്ട്. ദേശാഭിമാനി പറഞ്ഞിട്ടുണ്ടല്ലോ, റോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞു, കർണാടകയിൽ നിന്നും തമിഴ്നാടിൽ നിന്നും ട്രക്കുകൾ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞില്ല. അതപ്പോ അവർക്ക് മാത്രമേ അതൊക്കെ കാണാൻ പറ്റുള്ളൂ, സാധാരണ ജനങ്ങൾക്ക് കാണാൻ പറ്റില്ല. ചുവന്ന രക്തമല്ല, നീല ചുവന്ന രക്തം ശരീരത്തിലൂടെ ഓടുന്നവർക്ക് തിരുവനന്തപുരത്ത് എല്ലാ വികസനവും വന്നു കഴിഞ്ഞു, റിംഗ് റോഡ് വന്നു കഴിഞ്ഞു, ലോജിസ്റ്റിക് പാർക്കുകൾ വന്നു കഴിഞ്ഞു, സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു, ഗേറ്റ് തുറന്നു കഴിഞ്ഞു, കണ്ടെയ്നർ ട്രക്കുകളെല്ലാം പോയി തുടങ്ങി. അതാണ് പഴയ രാജാവിന്റെ കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ട് പാർട്ടി പത്രമാണ് പറഞ്ഞത്. 24-ാം തീയതി പറഞ്ഞു, കഴിഞ്ഞ മാസം 24-ാം തീയതി പറഞ്ഞു, ഇവിടെ ട്രക്ക് വരുന്നു, കർണാടകയിൽ നിന്ന് ട്രക്ക് വരുന്നു, ഗേറ്റ് തുറക്കുന്നു എന്ന് പറഞ്ഞ പാർട്ടി പത്രം ഇന്നലെ അതുപോലെ തന്നെ ഒരു കഥ അച്ചടിച്ചു. കടന്നപ്പള്ളി രാമചന്ദ്രൻ തുറമുഖ വകുപ്പ് മന്ത്രി കണ്ണൂരിൽ മത്സരിക്കാൻ പോകുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുകയാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ തുറമുഖ വകുപ്പ് മന്ത്രി, ആർക്ക് വേണമെങ്കിലും തെളിവ് നടത്താം, മാർച്ച് 16 തിങ്കൾ ദേശാഭിമാനിയിൽ വന്നിരിക്കണം. അപ്പോ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി ഏതാണെന്ന് പോലും അറിയാതെ, അത്ര പോലും ഗ്രാഹ്യമില്ലാത്ത പാർട്ടി പത്രവും ഭരണകൂടവും കഴിഞ്ഞ 10 വർഷം മലയാളികളുടെ നഷ്ടപ്പെടുത്തി എന്ന് മാത്രമാണ് സേലിംഗ് കമന്ററിക്ക് ചുരുക്കി പറയാനുള്ളത്. സഖാക്കളെ പോലെ തന്നെ സഖാക്കളുടെ ആസ്ഥാനവും നമ്മളെ കബളിപ്പിക്കുകയാണ്. ചൈനയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ, തലസ്ഥാനത്തെ വ്യവസായി അറിയാമല്ലോ, അദ്ദേഹം ഒരു കണ്ടെയ്നർ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ ആ കണ്ടെയ്നർ എത്തി. ചൈനയിൽ നിന്ന് പുറപ്പെട്ട് ചൈന, ഷാങ്ഹായ്, നിങ്ബോ, നാൻഷ, പോർട്ട് ക്ലാങ്, മുംബൈയിൽ പോയിട്ട് നമ്മുടെ മുംബൈ കൂടെ മുംബൈയിൽ പോയി തിരിച്ച് കൊച്ചി വന്നിട്ട് ഇറക്കി. അദ്ദേഹത്തിന് ഇന്നലെ അദ്ദേഹത്തിന്റെ ഫാക്ടറി പരിസരത്ത് കണ്ടെയ്നർ എത്തി. 39 ദിവസമാണ് ഷാങ്ഹായിൽ നിന്ന് ഇവിടെ എത്താൻ. അതേ സമയത്ത് ഇവിടെ നമ്മുടെ
ബർത്തിൽ കപ്പൽ കിടപ്പുണ്ട്. MSC യുക്ത ആദ്യമായിട്ട് വന്ന കപ്പലാണ് MSC യുക്ത 10. ഇവിടെ നിന്ന് നേരെ ബ്രസീലിൽ നിന്ന് വന്നു. ബ്രസീലിലെ ഇത്തപ്പോവ പോർട്ടാന്ന് തോന്നുന്നു. അവിടെ നിന്ന് വന്നിട്ട് നേരെ പോകുന്നത് ഷാങ്ഹായിലോട്ടാണ്. 10 ദിവസം. കേവലം 10 ദിവസം കൊണ്ട് ഇവിടെ നിന്ന് ഷാങ്ഹായിൽ ഒരു കപ്പൽ എത്തുമെങ്കിൽ ഷാങ്ഹായിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന കപ്പൽ 39 ദിവസം എടുത്താണ് വരുന്നത് എന്നുള്ളത് മൊത്തത്തിൽ സഖാക്കൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു നീല രക്ത കഥയാണ്.